ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേര് അനിത ജിയോ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായി വരുന്നത് ജനുവരി 18 2024. ഞാൻ എൻ്റെ മകള് UK പോണതിനുള്ള പ്രോസസ്സിങ് എല്ലാം വളരെ തടസ്സപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് കൃപാസനം പത്രം കാണുകയും അതനുസരിച്ച് ഇവിടെ വരികയും ചെയ്തത്. അതിനുശേഷമുള്ള കാര്യങ്ങൾ അമ്മ വളരെ ഭംഗിയായി ഞങ്ങൾക്ക് ചെയ്തു തരികയാണ് ഉണ്ടായത്. അത് ഞാൻ എൻ്റെ മകൾക്ക് സാക്ഷ്യം പറയാനായിട്ട് കൊടുക്കുന്നു. എൻ്റെ പേര് ജിയ മരിയ ജിയോ. ഞാൻ എൻജിനീയറിംഗ് വിദ്യാർത്ഥിനിയാണ്. എൻജിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, ജോലി പ്ലേസ്മെൻറ്റൊക്കെ കിട്ടിയിരുന്നെങ്കിലും അതിന് പോവാണ്ട് ഞാൻ വേറെ എന്തെങ്കിലും പുറത്തേക്ക് പോയി പഠിക്കാനായിട്ട് നിന്നിരുന്ന ഒരാളാണ്. ഏറ്റവും കൂടുതലായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മമ്മി സിംഗിൾ പാരൻ്റാണ്. എൻ്റെ പപ്പ ഞാൻ ജനിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ മരിച്ചതാണ്. അപ്പോൾ അന്നത്തെ നാൾ തൊട്ട് ഇന്ന് വരെയും മമ്മി എന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം, നല്ല കോളേജ്, എല്ലാം നല്ല ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ മമ്മി എന്നെ അങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത്. മാതാവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു കുട്ടിയാണെന്ന് പറയാൻ വളരെ പ്രൗഡാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേരിലുണ്ട് ജിയ മരിയ. അതുപോലെ തന്നെ മാതാവിനോട് ഏറെ പ്രാർത്ഥിച്ച് മമ്മിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം 7 കൊല്ലത്തിന് ശേഷം വളരെ വൈകി കിട്ടിയ ഒരാളാണ് ഞാൻ. സ്ഥിരമായി കൊന്ത ചൊല്ലി കൊന്തമാസത്തിൽ പിറന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അതൊരുപാട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ ചെറുപ്പം തൊട്ടേ ജപമാല അർപ്പിക്കുമായിരുന്നു. വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ വന്ന് കൂട്ടം ചേർന്ന് വീട്ടിൽ വന്നിരുന്ന് ഞാൻ ഉണ്ടാവാനായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് എൻ്റെ അവസാന സമയങ്ങളിൽ, എൻ്റെ പഠിത്തത്തിൻ്റെ അവസാന സമയങ്ങളിലാണെങ്കിലും മാതാവ് എനിക്ക് ചെയ്തു തന്നത്. ഞാൻ UK മമ്മി പറഞ്ഞ പോലെ ഞാൻ UK പോകാനുള്ള ഡിസിഷൻ എടുത്തത് എൻ്റെ പിറന്നാളുടെ മാസം തന്നെ, ഒക്ടോബറിൽ തന്നെയായിരുന്നു. പക്ഷേ അതിൻ്റെ ലോണിൻ്റെ കാര്യങ്ങളും എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ളൊരു സപ്പോർട്ടോ സ്ട്രെങ്തോ ഒന്നും വേറെ ഉണ്ടായിരുന്നില്ല. കാരണം മമ്മി തന്നെയാണ് എന്നെ നോക്കുന്നത്. വേറൊരു ഫിനാൻഷ്യൽ സോഴ്സോ ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. മമ്മി ഒരു പ്രൈവറ്റ് ഫേമിൽ വളരെ ചെറിയൊരു ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. മമ്മിയുടെ വിദ്യാഭ്യാസം വളരെ ഹൈ ആണ്. എന്നിരുന്നാൽ കൂടിയും മമ്മി എന്നെ പഠിപ്പിക്കുന്നതിൻ്റെ തടസ്സത്തിൽ മമ്മിയുടെ പഠിത്തം പകുതി മമ്മി ഡ്രോപ്പ് ചെയ്യുകയും മമ്മിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റാണ്ട് മമ്മിയുടെ വളരെ ചെറുപ്പത്തിലുണ്ടായതാണ് ഞാൻ. അപ്പം മമ്മി അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. മമ്മിയുടെ എഡ്യൂക്കേഷൻ്റെ രീതിയിലല്ല ഒരിക്കലും ഇപ്പോൾ ജോലി ചെയ്യുന്നത്. മമ്മി അതിൻ്റെ ഒരുപാട് തടസ്സങ്ങൾ സഹിച്ചുകൊണ്ടും എന്നെ എങ്ങനെയും UK പഠിക്കാനായിട്ട് മാസ്റ്റേഴ്സിന് വിടണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അതങ്ങനെ നമ്മൾ പ്രൊസീഡ് ചെയ്യുകയും ചെയ്തു. നവംബറിൽ തുടങ്ങി ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു. നവംബർ ഡിസംബറൊക്കെ ആയിട്ട് നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു. അവിടെ ഫീസ് അടച്ചു കഴിഞ്ഞപ്പോഴും നമുക്ക് ലോൺ പാസ്സാവും എന്നൊരു രീതിയിൽ നിൽക്കുമ്പോഴാണ് ഡിസംബറിൽ നമുക്ക് ലോൺ പാസ്സാവില്ല, വീടിൻ്റെ പേപ്പേഴ്സ്, ലീഗൽ ഡോക്യുമെൻറ്റ്സ് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞറിയുന്നത്. നമുക്ക് റീഫണ്ട് കിട്ടുമോ ഇല്ലേ എന്നൊന്നും അറിയില്ല. ആ സമയം വളരെ ബുദ്ധിമുട്ടിപ്പോയി. കാരണം നമ്മൾ പെട്ടെന്ന് ഫാമിലിയുടെ കയ്യിൽ നിന്നൊക്കെ റോൾ ചെയ്ത് അടച്ചൊരു പൈസയായിരുന്നു. ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ, ലോൺ പാസ്സാവോ, പോകാൻ പറ്റുമോ എന്നുള്ള പോലും സംശയത്തിൽ നിൽക്കുന്ന സമയത്താണ് മമ്മി ഇതുപോലെ ഡിസംബർ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ ആയിട്ട് കൃപാസനത്തിനെ പറ്റി മുന്നേ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും കൃപാസനത്തിലേക്ക് വരാനുള്ള ഒരു വിളി ഉണ്ടായത് ആ ഒരു സമയത്താണ്. മമ്മി വളരെ യാദൃശ്ചികമായി പത്രം വായിക്കുകയും ഇതിനു മുന്നേ ഒരുപാട് വട്ടങ്ങളിൽ ഞങ്ങളുടെ വീട്ടിലെ കൃപാസനത്തിൽ പത്രം വരാറുണ്ട്. ഞങ്ങൾ വായിക്കാറില്ല എന്ന് പറയുന്നില്ല, വായിക്കാറുണ്ട്. ഒരിക്കൽ പോലും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇങ്ങോട്ട് വരണം എന്നുള്ളത്. അത് ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മമ്മിക്ക് തോന്നുകയാണ് പെട്ടെന്നൊരു ദിവസം നാളെ കൃപാസനത്തിൽ പോകണം, ഉടമ്പടി എടുക്കണം എന്നുള്ളത്. അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു, ഉടമ്പടി എടുത്തു. മമ്മി നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നത് ഇന്ത്യയിൽ പോകുന്ന കാര്യം തടസ്സപ്പെട്ട് കിടക്കുന്നത് മാറാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ജനുവരി ആയപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ ഒറ്റും പറ്റാണ്ട് ഞങ്ങൾ യൂണിവേഴ്സിറ്റി മാറുകയും വളരെ കുറഞ്ഞ ടൈം കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വേറെ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു. അതും ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് 10 ലക്ഷം അടക്കേണ്ട ഒരു യൂണിവേഴ്സിറ്റിയിലാണ് പോയി ജോയിൻ ചെയ്തത്. അതിൻ്റെ ഇൻടേക്കിന് ഞാൻ നിൽക്കുകയാണ് അടുത്ത മാസം. ഒരിക്കലും പൈസ അതിനു വേണ്ടി പ്രൊവൈഡ് ചെയ്യില്ല എന്ന് വിചാരിച്ച ബാങ്കിൽ ചെന്ന് ഒരുപാട് പറഞ്ഞു നോക്കി, റിക്വസ്റ്റ് ചെയ്ത് നോക്കി, നടന്നില്ല. ഇവിടെ വന്ന് നമ്മളിവിടെ നിന്നുള്ള കാശ് രൂപം ഞാൻ ഇങ്ങനെ ഇവിടുന്ന് അച്ഛൻ്റെ പ്രാർത്ഥനയും പ്രഭാഷണത്തിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. കാശ് രൂപത്തിനും ഭയങ്കര ബലം, കുറേ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. കാശ് രൂപം കൊണ്ടുപോകുന്ന പിള്ളേർക്ക് എക്സാമുകൾ എളുപ്പമാകുന്നു, അങ്ങനെയുള്ളൊരു ഭയങ്കര സ്ട്രോങ് ബിലീഫിൽ ഞാൻ പോയി.
എനിക്ക് ലോൺ പാസ്സാവുന്നതിന് മുന്നേ തന്നെ ലോണിന് വെച്ചു. ലോണിന് വെക്കുന്ന സമയത്തിന് ഇടയിലൊരു കാര്യം പറയട്ടെ, കൃപാസനത്തിൽ വന്നൊരു ഒരാഴ്ചക്കകം വീടിൻ്റെ പേപ്പേഴ്സ് ശരിയാവാണ്ടായിരുന്നത് മാറിക്കിട്ടി. അതിന് തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. അതിനുശേഷം നമ്മൾ ഈ ലോൺ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് റോൾ ചെയ്ത ആൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് ഫീസ് അടയ്ക്കണം. ഫീസ് അടയ്ക്കാനായിട്ട് 10 ലക്ഷം പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് സിംഗിൾ പാരൻ്റായിട്ട് നോക്കുന്ന ഒരാൾക്ക് ഒട്ടും പോസിബിൾ അല്ല. ആ സമയത്താണ് മമ്മിയുടെ ഒരു അങ്കിള് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതുണ്ട്. അവിടുന്ന് നമ്മൾ ചെന്ന്, അങ്കിള് ഭയങ്കര പൈസക്കാരനാണെങ്കിൽ പോലും, അങ്കിളെ പറ്റി പറയുകയാണെങ്കിൽ വീട്ടിൽ ഭിക്ഷക്കാർ വന്നാൽ പോലും സഹായിക്കാത്ത ഒരാളായിരുന്നു അങ്കിള്. അത് വളരെ അത്ഭുതകരമെന്ന് പറയത്തക്ക വിധം മാതാവിൻ്റെ കാശുരൂപം കൊണ്ട് പെട്ടെന്നൊരു ദിവസം ഒരു ശക്തി കൊണ്ട് ഞാൻ പോവുകയാണ്. ഞാൻ ചെന്നു, വീട്ടിൽ ചെന്ന് ഞാനിതുപോലെ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, എനിക്ക് ഫീസ് അടയ്ക്കണം, ആദ്യം ലോൺ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവും, എനിക്ക് ആ പൈസ തരാൻ പറ്റും, ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യാനാണെങ്കിലും ഒരാഴ്ചയ്ക്കുള്ളിൽ തരാമെന്നുള്ള രീതിയിൽ ഞാൻ പറയുമ്പോഴേക്കും അങ്കിൾ എൻ്റെ അടുത്ത് നീ പൈസ ഒന്നും തരണ്ട, ഇപ്പോൾ വേണ്ട, എന്തായാലും ഫീസ് അടക്കി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞ് എനിക്ക് പൈസ തരാനിടയായി. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മാതാവ് പ്രവർത്തിച്ചൊരു അത്ഭുതമാണ്. അങ്ങനെ എൻ്റെ ഫീസ് അടച്ചു. ഞാൻ ഇപ്പോൾ വിസയ്ക്ക് വെച്ച് നിൽക്കുകയാണ്. വളരെ ഡിലേ ആയിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഏപ്രിൽ 15 എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. UK എത്തണം, എനിക്ക് 14 UK എത്തണം. പക്ഷേ ഇന്നും ഞാൻ വിസയ്ക്ക് മിനിഞ്ഞാന്ന് വെച്ചിട്ടുള്ളൂ. ഞാനും എൻ്റെ സുഹൃത്തും കൂടിയാണ് പോകുന്നത്. വളരെ ഡിലേ ആയിട്ട് അപ്ലൈ ചെയ്ത ആപ്ലിക്കൻസിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ കൺസൾട്ടൻസിയിൽ നിന്ന് എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ ബാക്ക് വലിഞ്ഞോളൂ, കാരണം ഇപ്പം നടക്കില്ല, അടുത്ത ആഴ്ച മതി, അല്ല അടുത്ത ഇൻടേക്ക് മതി, അടുത്ത മാസം നോക്കാമെന്ന്. പക്ഷെ ഇപ്പോഴും ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് വിസ വരുമെന്ന്. കാരണം 20 ദിവസത്തിനുള്ളിൽ തന്നെ വന്നാലേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ലാസ്റ്റ് സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മാതാവ് അത് ശരിയാക്കി തരുന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. ബാക്കി കാര്യങ്ങൾക്കായിട്ട് ഞാൻ മമ്മിക്ക് മൈക്ക് കൊടുക്കാം. ഇനി ഞാൻ പറയാൻ പോണത് എൻ്റെ അമ്മയ്ക്ക് നമ്മുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഉണ്ടായ അനുഗ്രഹമാണ്. അമ്മയ്ക്ക് നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു, കാല് ഭയങ്കര വേദന. അങ്ങനെ അമ്മയ്ക്ക് നേർച്ച വസ്തുവായ തൈലം നമ്മൾ കാലിൽ പൂശുകയും അതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്ന ആൾ ഇപ്പോൾ അമ്മ നടക്കും, നല്ല രീതിയിൽ നടക്കും. അത് ദൂരത്തേക്കൊന്നും പോകാൻ പറ്റില്ലെങ്കിലും ഗേറ്റ് വരയ്ക്കൊക്കെ അമ്മയ്ക്ക് നടക്കാൻ നന്നായി സാധിക്കും. അതുപോലെ ഉപ്പും തേനും അതുപോലെയുള്ള നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന വഴി അമ്മയ്ക്ക് ഒരുപാട് ചുമ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളിത് ഉപയോഗിക്കുകയും അമ്മയ്ക്ക് നല്ല സുഖം കിട്ടുകയും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ പുറം വേദനയായിട്ട് അമ്മ ഒരു ദിവസം ഭയങ്കര ശ്വാസം പോലും വിടാൻ പറ്റാണ്ട് വന്നിരുന്നിട്ട് അമ്മ പറയേണ്ടായി, ശ്വാസം പോലും വിടാൻ പറ്റുന്നില്ല, എന്തു ചെയ്യും? ഈ തൈലം പുറത്ത് പൂശിയതിന് ശേഷം അമ്മയ്ക്ക് അങ്ങനെ ഒരു വേദനയേ ഉണ്ടായിട്ടില്ല. സഡനായി അതെല്ലാം മാറി എന്നുള്ളതാണ് അത്ഭുതം. പിന്നെ അതുപോലെ നമ്മൾ വചനങ്ങൾ, ജോസഫ് അച്ഛൻ്റെ ടോക്സ് നമ്മൾ കേൾക്കാറുണ്ട്. അത് നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ തന്നിട്ടുണ്ട്. എങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കാമെന്നും എങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ നമുക്ക് മാറ്റം വരുത്താമെന്നും നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കി. അതിൻ്റെ ഫലമായി ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ശരീരത്തിലെ രോഗത്തിൻ്റെ കാര്യങ്ങളായാലും പലതരം കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമ്മളെപ്പോലും അറിയാത്ത കാര്യങ്ങൾ അമ്മ മാതാവ് ഈശോയിൽ നിന്ന് നമുക്ക് സുഖം തന്നിട്ടുണ്ട്. അതുപോലെയുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എല്ലാവർക്കും തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ പത്രം ഒരു മടിയും കൂടാതെ കുറച്ച് പത്രം കിട്ടിയ ഉടനെ കൊണ്ടുപോയി കൊടുത്തു എന്നല്ല, കുറച്ച് സമയം നമ്മൾ ആലോചിച്ചു ഇതെങ്ങനെ കൊടുക്കണം, ആരെ ഏൽപ്പിക്കണം. നമ്മൾ വെറുതെ കൊടുത്തിട്ട് പോന്ന് അവരത് കീറിക്കളയാനിടയാവരുത്. അപ്പോൾ ഞാൻ പത്രം കൊണ്ട് പോയി ഓട്ടോ സ്റ്റാൻഡിൽ, പിന്നെ അതുപോലെ മെഡിക്കൽ കോളേജിൽ, അപ്പോൾ അതൊക്കെ കൊടുക്കുമ്പോൾ അവരാരും തിരസ്കരിച്ചിട്ടില്ല, മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല. പത്രം വാങ്ങി നോക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ കൊടുത്ത പത്രങ്ങൾ അത്രയും ഒരു ബണ്ടിൽ പത്രങ്ങളാണ് എനിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ അതുപോലെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ വയ്യാത്ത രോഗികളെ സന്ദർശിക്കാൻ പോയിട്ടുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കാനും അതുപോലെ അവർക്ക് മരുന്നിനുള്ള പൈസയും നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങൾ ഇപ്പോൾ ഈ അമ്മയും മകളും കൂടെയാണ് സാക്ഷ്യം പറഞ്ഞത്. അപ്പം നമുക്ക് ഈ അൾത്താരയിൽ ഒരുപാട് കുടുംബങ്ങൾ വന്ന് സാക്ഷ്യം പറയുന്നുണ്ട്.
ഇതിലേറ്റവും പ്രധാനപ്പെട്ട മകൾക്ക് പോകുവാനായിട്ടുള്ള ലോൺ ശരിയായെന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ പിന്നാലെ ഓടുന്നവർക്കും ഒക്കെയാണ് ഇത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്. ഇവിടെ ഒരുപാട് സാക്ഷ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പം നമ്മൾ അടഞ്ഞിരുന്ന വഴികളും അല്ലെങ്കിൽ ഒരിക്കലും തുറക്കത്തില്ലെന്ന് പറയുന്ന വഴികളുമാണ് ഉടമ്പടി എടുത്തിട്ട് തുറന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രാർത്ഥനയുടെ ഒരു സമയത്തിൻ്റെ അല്ലെങ്കിൽ പെട്ടെന്നെല്ലാം കാര്യങ്ങൾ ക്രമീകരിച്ചു എന്ന് പറയുന്നത് ഉടമ്പടി സാക്ഷ്യത്തിൽ വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ മാതാവ് നമ്മുടെ നിയോഗങ്ങൾക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രാർത്ഥനയ്ക്ക് ഇതുപോലെ പെട്ടെന്നൊരു ഉത്തരം ലഭിക്കുക എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് അവസാനം ഈ അമ്മ ഇപ്പോൾ പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. ഈ സഹോദരി അവസാനം പറഞ്ഞ കാര്യങ്ങൾ ഉടമ്പടിയോട് അത്രത്തോളം പ്രാർത്ഥനയോടുകൂടി രണ്ടുപേരും ഈ ഒരു കാര്യത്തിൽ വ്യക്തമായിട്ട് പ്രാർത്ഥന മുടക്കാതെ കാര്യങ്ങളൊക്കെ ഗൗരവമായിട്ട് നോക്കിക്കൊണ്ടു. ഇപ്പോൾ അച്ഛൻ്റെ ഉടമ്പടി ആരാധനയെ റെഫർ ചെയ്ത് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കത് വ്യക്തമാണ്. കാരണം നമ്മളിവിടെ നിന്ന് അകപ്പാടെ ഒരു വചന ശുശ്രൂഷയായിട്ട് നമ്മൾ നൽകുന്ന ഒരു ആരാധന മാത്രമാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വരുന്നതും ആരാധനയിലാണ്. അപ്പോൾ അത് വ്യക്തമായിട്ട് കേൾക്കുന്നവർക്കാണ് അതിനൊരു അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കാരണങ്ങളാണ് ആരാധനയിൽ പറയുന്നത് എന്നുള്ളൊരു ബോധ്യം ഉണ്ടായതിന് അതിൻ്റെ അർത്ഥം ആരാധന കൂടാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഉടമ്പടിയിൽ ഓപ്ഷണലായിട്ടുള്ളതല്ല. നമ്മളിങ്ങനെ ഒരു യാത്രയ്ക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രചോദനം നമുക്ക് ആവശ്യമാണ്. കാരണം ഉടമ്പടി എടുത്ത് നമ്മൾ പോകുന്നത് ഉടമ്പടിയായിട്ടൊരു ബന്ധമില്ലാത്തൊരു സമൂഹത്തിലേക്കാണ്. അപ്പോൾ ഈ ഉടമ്പടിയുടെ ബന്ധമുള്ളവരുമായിട്ടുള്ള നമ്മുടെ അടുപ്പം നമുക്ക് എപ്പോഴും നന്മയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് പേര് ഉടമ്പടി എടുത്തവരുടെ കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പുകളൊക്കെ തുടങ്ങിയതായിട്ടൊക്കെ സാക്ഷ്യത്തിൽ ഒരുപാട് വരുന്നുണ്ട്. കാരണം നമ്മൾ പരസ്പരം ഇങ്ങനെ പ്രചോദിപ്പിച്ച് നന്മകൾ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ മകളുടെ കാര്യം മകൾ തന്നെയാണ് സാക്ഷ്യം പറഞ്ഞത്. നമ്മളതാണ് ആഗ്രഹിക്കുന്നതും. ഏറെ പ്രത്യേകിച്ച് അമ്മമാർ സാക്ഷ്യം പറയാൻ വരുമ്പോഴും നമ്മൾ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നതും അതിന് കാരണക്കാരായ അല്ലെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കുന്ന മക്കൾ കൂടെ നിൽക്കണമെന്ന് നമ്മളെപ്പോഴും അങ്ങനെ. ചിലപ്പോഴൊക്കെ മക്കൾക്ക് വിശ്വാസം ഉണ്ടാകത്തുകൊണ്ട് ചിലപ്പോൾ അവർ വരത്തില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു എക്സെപ്ഷനിലിട്ട് കേട്ടു. പക്ഷേ അല്ലാത്ത സാഹചര്യത്തിലൊക്കെ കാരണം ദൈവം നൽകിയ അനുഭവം ഫലം അനുഭവിച്ചവർ തന്നെ വന്ന് പറയണമെന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ ആ മകൾ വ്യക്തമായിട്ട് എന്താണ് സാധ്യതകൾ, എന്താണ് വരായികൾ എല്ലാം പറഞ്ഞു. വ്യക്തമായിട്ട് അതിപ്പോൾ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ അത് രണ്ടാമത്തെ കാര്യമാണ്. നമ്മൾ വിശ്വസിക്കണമെന്ന് പോലുമില്ല. പക്ഷേ ഇവിടെ ആൾക്കാരിൽ സാക്ഷ്യം പറയുന്ന ഓരോ വ്യക്തിക്കും, ഓരോ ചെറുപ്പക്കാർക്കും അല്ലെങ്കിൽ ഓരോ ബോധ്യത്തോടു കൂടി അവർ പറയുന്നുണ്ടെങ്കിൽ ദൈവം പറഞ്ഞതുപോലെ കേൾക്കാൻ ചെവിയുള്ളവർ കേട്ടാൽ മതിയാവും. പക്ഷേ ദൈവത്തിൻ്റെ തൻ്റെ ജീവിതത്തിൽ അനുഭവം ഇത്രയും വ്യക്തമായിട്ട് അവർക്ക് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വപ്പെടുത്തും. ദൈവത്തിന് നന്ദി. എൻ്റെ പേര് ലിജോ ജോസഫ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നുമാണ് വരുന്നത്. 2022 നവംബർ 20 ഞാനിവിടെ വന്ന് ആക്ച്വലി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഒരു കസിൻ വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതുമെല്ലാം. ഇവിടെ വന്ന സമയത്ത് എനിക്ക് ജസ്റ്റ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്ന് ക്ലാസ്സിന് കയറിയതിന് ശേഷം ഉടമ്പടി എടുക്കണമെന്നൊരു തോന്നൽ മാതാവ് എന്നെക്കൊണ്ട് തോന്നിപ്പിച്ചതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ മെയിനായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് വന്നത് തന്നെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. എൻ്റെ അമ്മയ്ക്ക് ആക്ച്വലി ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. അതും പെട്ടെന്ന് തന്നെ സ്പ്രെഡാകുന്ന ടൈപ്പായിരുന്നു. ബയോപ്സി എടുത്തതിൽ IHC ചെയ്ത് ERPR ഹെറ്റന്യൂ പോസിറ്റീവായിട്ടാണ് എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അത് പെട്ടെന്ന് തന്നെ ശരീരത്തിൽ മുഴുവൻ സ്പ്രെഡാകുന്ന ടൈപ്പായത് കാരണം ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വിഷയം വയ്ക്കുകയും അതിനുശേഷം സ്കാനിങ് ചെയ്തതിൽ അമ്മയ്ക്ക് എവിടെയും സ്പ്രെഡായിട്ടില്ല എന്നും അമ്മ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു എന്നും അറിയാൻ കഴിഞ്ഞു. എല്ലാ വർഷവും ഇപ്പം ഏകദേശം 3 വർഷമായി അമ്മയ്ക്ക് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട്. 3rd സ്റ്റേജായിരുന്നു എൻ്റെ അമ്മയ്ക്ക്. ഇപ്പോൾ അമ്മ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ ഇരിക്കുന്നു. ഒരു മെഡിസിനും കഴിക്കുന്നില്ല. എല്ലാ വർഷവും ജസ്റ്റ് ചെക്കപ്പ് മാത്രമേ ഉള്ളൂ, ബ്ലഡ് ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നാണ് ഈ നിമിഷം വരെ അറിയാൻ കഴിഞ്ഞത്. അമ്മയ്ക്ക് സ്കാൻ ചെയ്യാനായിട്ട് കയറുന്നതിന് മുമ്പായിട്ട് തൈലം അമ്മയുടെ നെറ്റിയിൽ തൂക്കുകയും അതുപോലെ തന്നെ തേൻ കുടിക്കാൻ കൊടുക്കുകയും ചെയ്തിരുന്നു. അതിന് ശേഷമാണ് സ്കാനിങ്ങിൽ കയറിയത്. സ്കാനിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതം പോലെയായിരുന്നു. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, സ്പ്രെഡായിട്ടില്ല എന്ന് ഡോക്ടർ പറയുന്നത് കേട്ട് സത്യത്തിൽ അവിടെ ഇരുന്ന് കരയുകയാണ് ചെയ്തത്. പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ എൻ്റെ അമ്മ കൂടെയുണ്ട്. രണ്ടാമതായിട്ട് എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി 5.5 വർഷത്തോളമായിട്ട് എൻ്റെ ശരീരത്തിൽ മൊത്തം സോറിയാസിസ് പോലെ, എന്നാൽ സോറിയാസിസ് അല്ല, സ്മോൾ പ്ലേഗ് പാരാസോറിയാസിസ് എന്ന അസുഖം എനിക്കുണ്ടായിരുന്നു. അത് പ്രഗ്നൻസിയിലാണ് അത് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അത് ഏകദേശം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിൻസാണ് ഞാൻ അതിനുവേണ്ടി എടുത്തുകൊണ്ടിരുന്നത്.
ഇത് മെഡിസിൻ കഴിക്കുന്നു എന്നല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് മെഡിസിൻ കഴിച്ച് എനിക്ക് നന്നായിട്ട് വണ്ണം വയ്ക്കുകയൊക്കെ ചെയ്ത് കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡിപ്രഷനിലായി. ഞാൻ ആ മെഡിസിൻ അതോടെ സ്കിപ്പ് ചെയ്യുകയും അതിനുശേഷം ഉടമ്പടിയിൽ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തൈലം ശരീരത്തിൽ തൂക്കുകയും വെള്ളത്തിൽ ഉപ്പ് കലക്കി അത് വെച്ച് കുളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഈ നിമിഷം വരെ എനിക്ക് ആ മെഡിസിൻ കഴിക്കേണ്ടതായോ ഡോക്ടറെ പോയി കാണേണ്ടതായ ഒരു അവസരം വന്നിട്ടില്ല. ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത്. എൻ്റെ ശരീരത്തിൽ പിന്നീട് അതിൻ്റേതായ ഒരു പാട് പോലും എനിക്ക് ഈ നിമിഷം വരെ ഇല്ല. ഞാൻ ഈ നിൽക്കുന്ന പോലെ അല്ല, എൻ്റെ ശരീരം മുഴുവൻ ഉണ്ടായിരുന്നു. എൻ്റെ ഫേസ് എല്ലാം ഒരുമാതിരി ചുമന്ന് അത് ബ്ലഡ് വരുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം എൻ്റെ ശരീരത്തിൽ അങ്ങനെ ഒരു പാടായിട്ട് ഒന്നും തന്നെ ഇല്ല. ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ ഇരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്തായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് ആക്ച്വലി 1.5 വർഷത്തോളമായിട്ട് എപ്പിലെപ്സി സീസർ എന്ന അസുഖമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഉടമ്പടിയിൽ സാക്ഷ്യം വെച്ച്, ഹസ്ബൻഡ് സൗദിയിലായിരുന്നു, ആ സമയത്താണ് ഈ ഒരു അസുഖം ഡിറ്റക്റ്റ് ചെയ്യുന്നത്. പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ ഇപ്പോൾ ഇരിക്കുന്നു. ഉടമ്പടി സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞ് നേർച്ച നേർന്നതിന് ശേഷം ഉടമ്പടിയിൽ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഹസ്ബൻഡിന് 3 വർഷത്തോളം മെഡിസിൻ കഴിക്കണമെന്ന് പറഞ്ഞ ഈ അസുഖം ഇപ്പം മെഡിസിൻ പോലും 1 വർഷം കൊണ്ട് കഴിച്ചെന്നല്ലാതെ പിന്നീട് അത് തുടരണ്ട, പൂർണ്ണ ആരോഗ്യമുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. പൂർണ്ണമായും അസുഖം മാറിയിരിക്കുന്നുവെന്ന് സ്കാനിങ്ങിലൊക്കെ അറിയാൻ പറ്റി. അതിനുശേഷം മൂന്നാമതായിട്ട് എനിക്ക് ഉടമ്പടി പുതുക്കിയ സമയത്തായിരുന്നു. ഏകദേശം 3 വർഷത്തോളമായിട്ട് ഹസ്ബൻഡിന് സ്ഥിരമായിട്ടൊരു വരുമാനം ഉണ്ടായിരുന്നില്ല. ജോലി സൗദിയിലായിരുന്നു ആദ്യമേ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഖത്തറിലേക്ക് പോവുകയും അവിടെ വെച്ച് ഷട്ട് ഡൗൺ പ്രൊജക്റ്റുകൾ മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. 3 മാസം ജോലി ചെയ്യും, അതിനുശേഷം ആ ജോലി പോകും, പിന്നെയും കാത്തിരിപ്പ്, വീണ്ടും ഒരു 2 മാസം, അങ്ങനെ ഏകദേശം 3 വർഷത്തോളം ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ ഉടമ്പടിയിൽ ഞാൻ വിഷയം വെച്ചു. ഉടമ്പടി പുതുക്കി 3ാമത്തെ പുതുക്കലിൽ എൻ്റെ ഹസ്ബൻഡിനിപ്പോൾ നല്ലൊരു കമ്പനിയിൽ തന്നെ, ഖത്തറിലെ L&T കമ്പനിയിൽ നല്ല ശമ്പളത്തോടെ നല്ല പൊസിഷനിൽ തന്നെ സ്ഥിരമായ ജോലി തന്നെ ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ഹസ്ബൻഡ് ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്, ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നീട് എനിക്ക് ഏകദേശം 8.5 വർഷത്തോളമായിട്ട് ഞാൻ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ ലാബ് ടെക്നീഷ്യനാണ്. എനിക്ക് എൻ്റെ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ പ്രോബ്ലം ഉള്ളത് കാരണം എനിക്ക് ജോലി എവിടെയും ശരിയാകുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ ഉടമ്പടി വെച്ചതിന് ശേഷം അതിനു മുമ്പായിട്ട് ഞാൻ എവിടെയൊക്കെ ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം എൻ്റെ സർട്ടിഫിക്കറ്റ് റിജക്റ്റ് ആകുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഉടമ്പടിയിൽ ആദ്യമേ തന്നെ വെച്ചിരുന്നു, പക്ഷേ എൻ്റെ ഉടമ്പടി 3ാമതായി പുതുക്കിയ സമയത്ത് എനിക്ക് കുവൈറ്റിലേക്കൊരു ജോലി ഓക്കെ ആകുകയാണ് ചെയ്തത്. ആദ്യമേ പക്ഷേ അത് ഓൾ ഇന്ത്യ തലത്തിൽ നടന്നൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ ആദ്യമേ ഒരു എക്സാം ഉണ്ടായിരുന്നു, MOH എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാമിൽ പാസ്സായെങ്കിൽ മാത്രമേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഇൻ്റർവ്യൂവിലും പാസ്സായെങ്കിൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ എന്ന് അവർ അറിയിച്ചിരുന്നു. ഓൾ ഇന്ത്യ തലത്തിലായതുകൊണ്ടും ഏകദേശം 5000 മേലെ ആൾക്കാരുണ്ടല്ലോ എന്നുള്ള ഇത് കാരണം ഞാൻ ആ എക്സാമിന് പോകുന്നില്ല എന്നൊരു മൈൻഡിൽ ഞാനിരുന്നു. ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഈ കൺസൾട്ടൻസിയിലെ ആൾ തന്നെ എന്നെ വിളിച്ചിട്ട് എന്തായാലും ഒന്ന് പോയി അറ്റൻഡ് ചെയ്യ്, കിട്ടിയില്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ എന്ന് പറഞ്ഞത് കാരണം ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. ആ എക്സാം അറ്റൻഡ് ചെയ്തു. ഞാൻ പോകുന്നത് ഇവിടെ കൂടെയാണ്, ഈ കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നതാണ്. ഞാൻ എപ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയപ്പോൾ മാതാവിൻ്റെ കൂടെ വരണേന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ അവിടെ ചെന്ന സമയത്ത് എൻ്റെ കഴുത്തിൽ കൊന്തയിൽ കാശ് രൂപമുണ്ട്. ആ കാശ് രൂപത്തിൽ പിടിച്ചുകൊണ്ട് ഞാൻ എക്സാം എഴുതി. എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും ഞാൻ പ്രത്യേകിച്ച് ഫീലൊന്നും ആയില്ല, മീൻസ് ടെൻഷനോ അങ്ങനെയുള്ള ഒരു കുഴപ്പവും എനിക്ക് തോന്നിയില്ല. ഞാൻ എക്സാം എഴുതി തിരികെ വന്നു, ഇവിടെ വച്ച് പ്രാർത്ഥിച്ചു. മാതാവേ, അതിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, നീ പ്രവർത്തിക്കണേ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയി. അന്ന് ഞാൻ വീട്ടിൽ എത്തി 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ കൺസൾട്ടൻസിയിൽ നിന്ന് വിളിച്ചു. 1800 പേരാണ്, പല കൺസൾട്ടൻസിക്കാർ അറ്റൻഡ് ചെയ്തൊരു ഇൻ്റർവ്യൂ ആണത്. അതിൽ ഞാൻ അറ്റൻഡ് ചെയ്ത കൺസൾട്ടൻസിയിൽ നിന്ന് 1800 പേരാണ് ആ എക്സാം എഴുതിയത്. ആ എക്സാമിൽ 4 പേരാണ് പാസ്സായത്. അതിലൊരാളാണ് ഞാനെന്നും പറഞ്ഞ് അവരെന്നെ കോൾ ചെയ്തത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ആ ഒരു എക്സാം ഞാൻ പാസ്, കാരണം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ എക്സാമിൽ 1800 പേരിൽ 4 പേരിൽ ഒരാളാണ് ഞാനെന്ന് അവരറിയിച്ചു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂ നടന്നു. ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി, അമ്മയെ കൂടെ പോരണേ, എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റണേ എന്ന് പറഞ്ഞ് ഞാൻ പോയി. അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 2 കുവൈറ്റീസ് ആയിരുന്നു, 2 ലേഡീസ് ആയിരുന്നു.
അവരുടെ ഇംഗ്ലീഷ് സത്യത്തിൽ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എൻ്റെ CV-യിൽ എനിക്ക് മൈക്രോബയോളജിയിൽ എക്സ്പീരിയൻസ് ഇല്ല എന്ന് ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് മൈക്രോബയോളജിയുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ കാര്യമോ ഞാൻ വെച്ചിട്ടില്ല. എനിക്ക് ബയോകെമിസ്ട്രി, ഹെമറ്റോളജി, ഹിസ്റ്റോപത്തോളജിയാണ് എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ വെച്ചിരുന്നത്. അവരെന്നോട് ചോദിക്കുകയും ചെയ്തു എവിടെയാണ് എക്സ്പീരിയൻസ് ഉള്ളതെന്ന്. അപ്പോൾ ഞാനിത് പറയുകയും ചെയ്തു. പക്ഷേ അവരെന്നോട് ചോദിച്ചത് മുഴുവൻ മൈക്രോബയോളജിയുടെ ക്വസ്റ്റ്യൻസാണ്. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഫീൽഡിലെ ഒരു ക്വസ്റ്റ്യൻ പോലും അവരെന്നോട് ചോദിച്ചില്ല. ചോദിച്ചത് മുഴുവൻ മൈക്രോബയോളജിയാണ്. പക്ഷേ ഞാൻ പഠിച്ച സമയത്ത് ഒരു ഓർമ്മ വെച്ചിട്ട് അവർ ചോദിച്ചതിനൊക്കെ ആൻസർ പറഞ്ഞു. ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അവരുടെ ഫേസിൽ നിന്ന് അവരും സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷെ ഞാൻ എല്ലാം കഴിഞ്ഞു, തിരിച്ചു വന്നു, ഇവിടെ കയറി. മാതാവേ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, നീ അവിടെ എത്തണം, എൻ്റെ പേര് ലിജോ ജോസഫ് പാസ് എന്നും പറഞ്ഞ് എഴുതി വെക്കണം, എന്നിട്ട് നീ ഇങ്ങ് പോരെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കോള് വന്നു, ഞാൻ പാസ്സെന്നും പറഞ്ഞുകൊണ്ട്. അതിനുശേഷം ഉള്ള പ്രോസസ്സിംഗ് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. മെഡിക്കലായാലും PCC ആയാലും എല്ലാം വളരെ പെട്ടെന്നാണ് നടന്നത്. ഇതിനു വേണ്ടിയുള്ള പണവും കണ്ടെത്തലും അതെല്ലാം എനിക്ക് പെട്ടെന്ന് തന്നെ നടന്നു. അതിനുശേഷം ഏപ്രിൽ ലാസ്റ്റിലേക്ക് പോകാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എൻ്റെ 4ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ ശനിയാഴ്ച വന്നിരുന്നു. അതിനുശേഷം ഇന്നലെ ഞാൻ പത്രം കൊടുക്കാനായിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഞാൻ പത്രം കൊടുക്കാൻ പോകുന്നത്. അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പത്രം കൊടുത്തു. എൻ്റെ കയ്യിൽ നിന്നും എല്ലാവരും വന്ന് എനിക്ക് പത്രം തരാമോ എന്ന് ഇങ്ങോട്ട് ചോദിച്ച് വാങ്ങുകയാണ് ചെയ്തത്. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ അവിടെ നിന്ന് എല്ലാവരും എൻ്റെ നിന്ന് ചോദിച്ച് വാങ്ങുകയാണ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വെളിയിലിറങ്ങി ഏകദേശം 2 മണിക്കൂർ, അത്രയും ആയിട്ടില്ല, അതിനുള്ളിൽ തന്നെ എനിക്ക് കൺസൾട്ടൻസിയിൽ നിന്ന് കോൾ വന്നു. ഈ മാസം തന്നെ 25 അല്ലെങ്കിൽ 26-ാം തീയതിക്ക് പോകണം, ടിക്കറ്റ് എടുക്കുവാണെന്നും പറഞ്ഞാണ് അവർ വിളിച്ചത്. ഡേറ്റ് 25 അല്ലെങ്കിൽ 26, അത് കൺഫേം ചെയ്ത് നാളത്തേക്ക് പറയാമെന്ന് പറഞ്ഞു. ഇന്ന് അവരെന്നെ അറിയിക്കും 25ആണോ 26ആണോ പോകേണ്ടതെന്ന്. ഏകദേശം 8.5 വർഷത്തോളമായിട്ട് ഒരു ഫ്ലൈറ്റ് കയറണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഞാൻ ഈ മാസം പോകാനായിട്ട് റെഡിയാകുവാണ്. മാതാവിനെ ഒരുപാട് അനുഗ്രഹിച്ചു. അതിനുശേഷം എനിക്കൊരു വലിയ ആക്സിഡൻറ്റ് ഉണ്ടായി. ഞാൻ ഇത് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്ന ആ സമയത്താണ്. ഇപ്പോൾ ഏകദേശം 1 മാസമാകുന്നു. ഞാൻ പള്ളിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. പോകുന്ന സമയത്ത് ഒരു വലിയ സിഗ്നലിൽ, അടൂർ സിഗ്നലിൽ നിർത്തിയിട്ടേക്കുവാണ് വണ്ടി. ആ സമയത്ത് ഫ്രണ്ടിലുള്ള വണ്ടി കാരണം ഈ സിഗ്നൽ കഴിഞ്ഞെങ്കിലും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടേക്കുക. അപ്പോൾ പുറകിൽ നിന്നൊരു ബസ് വന്നെന്നെ ഇടിച്ച് ഞാൻ തെറിച്ച് വീണു. ബസ്സിൻ്റെ അടിയിലാണ് എൻ്റെ തല വീണത്. ബസ് പെട്ടെന്ന് തിരിച്ചതുകൊണ്ട് എൻ്റെ തലയിൽ വണ്ടി കയറിയില്ല. പകരം ഞാൻ വണ്ടി എല്ലാവരും ഓടിക്കൂടുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടെ എണ്ണിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ വീണതെന്ന് പറഞ്ഞാൽ ഒരു സ്പ്രിങ് കണക്കെ പൊങ്ങിയും താണുമാണ്. പക്ഷേ ഞാൻ പൊങ്ങി താഴുന്നത് വളരെ പെതുക്കെയാണ്. അതെനിക്കറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ആരോ എന്നെ പെതുക്കെ താഴ്ത്തുന്ന പോലെ എനിക്ക് നന്നായിട്ടത് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവിടുന്ന് ഞാൻ എണ്ണിച്ചു. ഞാൻ കണ്ണടച്ച് കണ്ണ് തുറക്കുന്നത് എൻ്റെ കൺമുമ്പിൽ ടയർ കിടക്കുന്നതാണ്. വണ്ടിയുടെ ടയർ കിടക്കുവാണ്. പക്ഷേ എനിക്ക് പേടിയോ അങ്ങനെയുള്ള ഒരു കുഴപ്പവും തോന്നുന്നുണ്ടായിരുന്നില്ല. ഞാൻ അവിടുന്ന് എണ്ണിച്ചു. ഞാൻ ഓർത്ത് എന്നെ ആരെങ്കിലും പിടിച്ച് പൊക്കിയതായിരിക്കും എന്ന്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം എല്ലാവരും ഓടിക്കൂടുന്നതേ ഉള്ളൂ. അതിനുള്ളിൽ ഞാൻ എണ്ണിച്ചു. പക്ഷേ എന്നെ ആരോ പിടിച്ചു പൊക്കിയതുപോലാണ് തോന്നിയത്. എൻ്റെ ശരീരത്തിൽ 2 ചതവുണ്ടെന്നല്ലാതെ എനിക്ക് വേറെ ഒരു കുഴപ്പവും ഇല്ല. എനിക്ക് പെയിനൊന്നും തോന്നുന്നില്ല. എൻ്റെ ശരീരത്തിൽ ഒരു ശകലം പോലും ചോര പൊടിഞ്ഞിട്ടില്ല. ഒരു കുഴപ്പമില്ല. എല്ലാവരും ഓടിക്കൂടി. 2 പോലീസ് വന്നു. അവരെല്ലാം വന്ന് വണ്ടി നോക്കിയപ്പോൾ ഞാൻ ജീവനോടുണ്ടോ എന്നറിയാനാണ് വന്നത്. പക്ഷെ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞപ്പം എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ആ വണ്ടി തന്നെ ഉപയോഗിച്ചാണ് ഞാൻ പള്ളിയിൽ പോയതും തിരിച്ച് വീട്ടിലെത്തിയതും. അടുത്ത ദിവസം വണ്ടി സർവീസിങ്ങിന് കൊടുത്തു. സർവീസിന് കൊടുത്ത സമയത്ത് എൻ്റെ പപ്പയാണ് വണ്ടി സർവീസിന് കൊടുത്തത്. സർവീസിന് കൊടുത്തപ്പോൾ അവിടെ ഉള്ളവർ ചോദിച്ചു, ഈ വണ്ടി ഓടിച്ചാളിപ്പോൾ ജീവനോടുണ്ടോ എന്നാണ് ആദ്യമേ അവർ ചോദിച്ചത്. പക്ഷേ ഈ നിമിഷം വരെ എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് മനസ്സിലായി അത് മാതാവാണ് എന്നെ പൊക്കി എണ്ണിപ്പിച്ചത്. ഞാനിപ്പോഴും ഇവിടെ ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ വണ്ടി ഇപ്പോഴും വർക്ക്ഷോപ്പിലാണ്. അത് കണ്ടാൽ അത് മൊത്തത്തിൽ തകർന്നു പോയി. പക്ഷെ ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഇവിടെ നിൽക്കുന്നെങ്കിൽ അത് മാതാവ് മാത്രമാണ്. ഞാൻ പോകുന്ന സമയത്തെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എൻ്റെ അമ്മ അവിടെ പള്ളിയിലിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയം ഞാനിവിടെ ആക്സിഡൻറ്റ് നടന്ന് അവിടെ കിടക്കുവാണ്. എനിക്കൊരു കുഴപ്പവും ഉണ്ടായില്ല. ആ സമയത്ത് എൻ്റെ കൊന്തയിൽ എപ്പോഴും കാശ് രൂപമുണ്ട്. കാശ് രൂപ ഇട്ടിട്ടാണ് പോയത്. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലുകയും എവിടെയും നിർത്തുന്ന സമയത്ത് കാശ് രൂപത്തിൽ പിടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം മാതാവ് എൻ്റെ കൂടെ തന്നെ ഉള്ളൊരു ഫീൽ എനിക്ക് എപ്പോഴും ഉണ്ട്. ഈ നിമിഷം വരെ എനിക്കൊരു കുഴപ്പവും ഇല്ല. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞ് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എൻ്റെ ഡ്യൂട്ടി ടൈം ഉള്ളത്.
അത് കാരണം ഞാൻ ഡ്യൂട്ടി ടൈമിലായാലും ഇല്ലെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഏതാനും മണിക്കൂറുകൾ അവിടെ ഉള്ള ഇൻപേഷ്യൻസിനെ കാണാൻ പോവുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ വിഷമങ്ങളൊക്കെ അവർക്ക് ആശ്വാസം കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ഡ്യൂട്ടി ടൈമിങ്ങിൽ തന്നെ ഒരാൾക്ക് ബ്ലഡ് എടുക്കാനായിട്ട് ഞാൻ ലേബർ റൂമിൽ ചെന്നതാണ്. അവർക്ക് ഏകദേശം 9 തവണ അവർ അബോട്ടായി. ആ 9ാമത്തെ അന്നേരം കിടക്കുന്നതെന്ന് പറഞ്ഞാൽ IVF ചെയ്തിട്ടും അത് അബോട്ടായതിന് ശേഷമുള്ളതായിരുന്നു. അവർ കരഞ്ഞോണ്ടാണ് കിടന്നത്. ഞാൻ അവരോട് എന്താണ് കാര്യമെന്ന് ചോദിച്ചു. ഞാൻ അവിടെ നിന്ന് എന്നോട് അവർ പറയുമ്പോഴെല്ലാം അവർ പൊട്ടിക്കരയുവാണ്. ഞാൻ അവരോട് കാര്യം പറഞ്ഞു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു, മാതാവിനെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ആരോഗ്യം കൈവെത്തുമ്പോൾ ഇവിടെ എത്തണം, എന്നിട്ട് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ഇനി നിങ്ങൾ എന്നെ കാണാൻ വരുമ്പം നിങ്ങൾക്ക് കുഞ്ഞുണ്ടെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് അന്ന് ഞാൻ അവരെ ആശ്വസിപ്പിച്ച് വിട്ടു. കുറേ നാൾ ഞാനവരെ മറന്നായിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവരെന്നെ കാണാൻ വന്നു. ഞാൻ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന സമയത്താണ് എന്നെ കാണാൻ വന്നത്. ചേച്ചി എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഹോസ്പിറ്റൽ വിട്ട് ഏകദേശം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചു. 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കൺസീവ് ആണെന്നറിഞ്ഞു. ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞുമുണ്ട്. ചേച്ചി തന്ന അന്നത്തെ മാർഗനിർദ്ദേശമാണ് ഞാൻ ഇന്ന് കുഞ്ഞോടുകൂടി ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അതെനിക്കൊരു വലിയൊരു അനുഭവം തന്നെയായിരുന്നു. കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് അവർക്ക് കുഞ്ഞ് ജനിച്ചതെന്നൊരു ഹാപ്പി ന്യൂസ് കൂടെ ആയിക്കഴിഞ്ഞപ്പം ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ഇവിടെ വന്നതിന് ശേഷം ആക്ച്വലി പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടറുള്ള ആളാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം വരും, ഇല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ശേഷം എൻ്റെ കോപത്തെ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഈ നിമിഷം വരെ ആയാലും എൻ്റെ ഹസ്ബൻഡിനോടായിട്ട് അല്ല എൻ്റെ ഫാമിലിയിലാകട്ടെ എൻ്റെ പപ്പയോടും എൻ്റെ അമ്മ എല്ലാവരോടും ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുമായിരുന്നു. മറ്റുള്ളവരോട് പോലും ആരാന്ന് നോക്കാതെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ എനിക്ക് വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ ദേഷ്യത്തെ. എനിക്കിപ്പോൾ കൂടുതൽ നേരം ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും പറ്റുന്നുണ്ട്. ഇത് എൻ്റെ ചെറുതും വലുതുമായി ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ മാതാവ് മാറ്റം വരുത്തിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു: നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഉടമ്പടി വിശ്വസ്തരും സത്യസന്ധരുമായിട്ട് പാലിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ വന്ന് തങ്ങളുടെ കുടുംബത്തിനും തങ്ങൾക്കുമൊക്കെ ഒരിക്കലും ലഭിക്കാൻ സാധ്യതയില്ലാതിരുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നായി ഓരോ മക്കളും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ ഈ തിരുവചനം നമ്മോട് അരുളി ചെയ്യുന്നത് പോലെ ഇത്രയ്ക്ക് ദൈവം അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഉടമ്പടി എടുക്കുന്ന മക്കളോടൊപ്പം സഞ്ചരിക്കുന്ന അമ്മയും ഈശോയും, അമ്മയുടെ സാന്നിധ്യം തൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്തും പരീക്ഷയുടെ സമയത്തുമൊക്കെ അനുഭവപ്പെടുന്നു. തൻ്റെ ആക്സിഡൻറ്റിൻ്റെ സമയത്ത് അനുഭവപ്പെടുന്നു. എനിക്ക് ഒരു പേടി തോന്നുന്നില്ല. അങ്ങനെ ജീവിതത്തിൽ ഈ ഒരു മകൾ പറയുന്ന സാക്ഷ്യത്തിൽ മാത്രമല്ല, ഉടമ്പടി എന്ന് പറയുന്നത് ഒരു സംരക്ഷണ കവചം നമുക്ക് ചുറ്റും തീർക്കുന്ന, അത് ഏത് കാര്യത്തിനാണേലും ആക്സിഡൻറ്റ് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന് ചുറ്റും ഒരു സംരക്ഷണമാണ്. ഒരു തിന്മയായ ഒരു വാക്ക് പറയുവാൻ പോലും, അല്ലെങ്കിൽ തിന്മയായ ഒരു കാര്യം ചിന്തിക്കുവാൻ പോലും ഇതിനു മുൻപ് നാം എടുത്തിരുന്ന നാം ചെയ്തിരുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ, എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും വരുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരും, ഞാൻ ഉടമ്പടി എടുത്ത ഒരു മകനല്ലേ, മകളല്ലേ. ഇത് അനുഭവസാക്ഷ്യത്തിൽ നിന്ന് കേട്ടിട്ടാണ് സിസ്റ്റർ പറയുന്നത്. അപ്പോഴങ്ങനെ അത്രയേറെ ദൈവത്തോട് വിശ്വസ്തരായി നിൽക്കുവാൻ ഓരോ മക്കളും ശ്രദ്ധിക്കുന്നു. അങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് പിന്നീട് ലഭിക്കാത്ത കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. അതിനുവേണ്ടി അവരുടെ സമയവും ആരോഗ്യവും ഒക്കെ അവർ തമ്പുരാനെ അറിയിക്കുന്നതിനും തങ്ങൾ എടുത്ത ഉടമ്പടി ജീവിതത്തിൽ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ നിലനിൽക്കുന്നതിനും വ്യയം ചെയ്യുകയാണ്.
അങ്ങനെ നമ്മുടെ ആരോഗ്യവും സമയവും ഒക്കെ ഈശോയെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് പരോന്മുഖരായിട്ട് വളരുവാനും ദൈവത്തെ കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മുടെ സേവനങ്ങളും ശുശ്രൂഷകളുമൊക്കെ അർപ്പിക്കുവാനുമുള്ള മനസ്സ് ഇത്രയും നാളുമൊക്കെ ഉണ്ടാകാതിരുന്നത് തീർച്ചയായും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ. എന്നാൽ അത് കുറച്ചുകൂടിയും ഒരു ബോധ്യപ്പെട്ട് ചെയ്യുവാനൊക്കെ നമുക്ക് പലർക്കും സാധിക്കുന്നു. അങ്ങനെ തൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം തന്നെ ഈ മകൾ പറയുന്നുണ്ട്. എത്ര പേരെയാണ് വിളിച്ചത്, അതിൽ വെറും 4 പേരെ മാത്രമാണ് സെലക്ട് ചെയ്തത്. ആ 4 പേരിൽ ഒരാളായിട്ടൊക്കെ എണ്ണപ്പെടുവാൻ നമുക്കല്ലാതെ, അതായത് ഉടമ്പടി എടുത്ത മക്കൾക്കല്ലാതെ വേറെ ആർക്കാണ് കഴിയുക? അതുകൊണ്ടാണ് തിരുവചനം പറയുക, വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളതെന്ന്. പിന്നീട് രോഗസൗഖ്യങ്ങൾ ഈ മകൾക്ക്, അമ്മയ്ക്ക് സ്പ്രെഡ് ചെയ്യാമായിരുന്ന ക്യാൻസർ ആയിരുന്നു അമ്മയുടേത്. ഈ മകൾക്ക് സോറിയാസിസ് അല്ല, എന്നിരുന്നാൽ തന്നെയും സ്മോൾ പ്ലേഗ് പാരാപ്സോണിയാസിസ് എന്നുള്ള അസുഖം. അപ്പോഴതൊക്കെ ഒരിക്കലും മാറില്ല എന്നുള്ള അവസ്ഥയിലുള്ളതൊക്കെ എങ്ങനെ തീർത്തും മാറുന്നു? ഉടമ്പടി നേർച്ച വസ്തുക്കൾ എങ്ങനെയാണ് ഉപയോഗിച്ച് അതിൽ നിന്നൊക്കെ ഒരു സൗഖ്യം ലഭിക്കുന്നത്? അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുൻപിൽ നിന്നുകൊണ്ട് ഓരോരുത്തരും സാക്ഷ്യം പറയുമ്പോൾ തീർച്ചയായും ഇവിടെ വന്ന് ഈശോയെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെയും ജീവിതം ഈശോ വിളിക്കുന്നുണ്ട്, നമ്മെയും ക്ഷണിക്കുന്നുണ്ട്. അതിനായി നമുക്കും ഒരുങ്ങാം. കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. എൻ്റെ പേര് ബേസിൽ ബിജു. ഞാൻ പാലക്കുഴ സെൻറ്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളി ഇടവയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2023 സെപ്റ്റംബർ 7-ാം തീയതിയാണ്. അതിനു മുമ്പേ തൊട്ട് ഞങ്ങൾ ഉടമ്പടിയിൽ ജീവിച്ചു വരുന്ന ആൾക്കാരായിരുന്നു. കാരണം പപ്പ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു 2019. 2019 ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ 10 വർഷം ആയിട്ടുള്ള അലർജി, ആസ്മ എല്ലാം മാറിയത്. അതിൽ നിന്ന് കിട്ടിയപ്പോൾ തന്നെ അനുഗ്രഹം കിട്ടിയപ്പോൾ തന്നെ മാതാവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലായതാണ്. അതിനുശേഷം കോവിഡ് വന്ന സമയത്ത് പപ്പയ്ക്ക് ഹാർട്ട് ഫെയിലിയർ വന്നായിരുന്നു. പമ്പിങ് 10% കുറഞ്ഞു പോയായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഉടമ്പടിയിൽ ഞങ്ങൾ പപ്പ ഉടമ്പടി എടുത്തെങ്കിലും ഞങ്ങളെല്ലാവരും കുടുംബത്തോടെ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ച വരുന്നത്. അങ്ങനെ ഞങ്ങൾ നന്നായി പ്രാർത്ഥിച്ച് പപ്പയുടെ ഇത് പമ്പിങ് ഇപ്പോൾ കൂടിയിട്ടുണ്ട്, 73% നോർമലായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന പപ്പയ്ക്ക് ഇങ്ങനെ അസുഖം വന്ന സമയത്താണ് എന്നോടൊരു ചാച്ചൻ പറയുന്നത്, ജർമ്മനിക്ക് പോകാം, അവിടെ ഇത് ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടും, അപ്പോൾ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ എനിക്ക് പഠിക്കുകയും ചെയ്യാതെ. ഞാനിവിടെ നാട്ടിൽ BCom ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ BComൻ്റെ ഇടയ്ക്ക് അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ജർമ്മനിക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആക്കി ഏകദേശം എല്ലാം ഒരു 90% പിന്നെ പൈസ റെഡിയായാൽ മതി എന്നുള്ളൊരു കേസായി. 10 ലക്ഷം രൂപ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ കാണിക്കണം. അപ്പോൾ ആ പൈസ ഞങ്ങൾക്ക് റെഡിയാകാൻ എന്തുകൊണ്ടും നടക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞിട്ടുള്ളതും ദൈവത്തിനോട് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന് ഇഷ്ടമുള്ളതാണെങ്കിൽ മാത്രം എന്നെ ജർമ്മനിക്ക് വിട്ടാൽ മതി. കാരണം നമുക്കറിയാൻ മേലല്ലോ ഇപ്പം നമുക്ക് അവിടെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവുക എന്നുള്ള കാര്യം ഉറപ്പായിട്ട് അറിയാൻ മേല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഞാൻ അങ്ങനെ ഇതിൽ പ്രാർത്ഥിച്ച് പിന്നീട് ഞാനൊരു ഉടമ്പടി എടുക്കാം, അപ്പോൾ നന്നായിട്ട് ഒന്നോടെ പ്രാർത്ഥിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഉടമ്പടി എടുത്തു. നിയോഗത്തിൽ ഈ കാര്യങ്ങളെല്ലാം വെച്ചു. അങ്ങനെ ഇത് നിയോഗത്തിൽ വെച്ച് ഡേറ്റൊക്കെ കഴിഞ്ഞു, പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല. അപ്പോൾ ആ കേസ് പിന്നെ ഞാൻ വിട്ടു. ഇവിടെ BCom കണ്ടിന്യൂ ചെയ്യാം എന്ന് വിചാരിച്ചു. ഈ ജർമ്മനി പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ BComലേക്കുള്ള ശ്രദ്ധയൊക്കെ നിർത്തി. 5th സെമസ്റ്റർ എക്സാം ഇതിൻ്റെ ഇടയ്ക്ക് നടക്കാൻ വന്നു കഴിഞ്ഞപ്പം ഞാനിത് എഴുതണമെന്ന് തന്നെ ആലോചിച്ചിരുന്നു. കാരണം ഇപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ പൈസ റെഡിയായി കഴിഞ്ഞാൽ അന്നേരം തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം, പിന്നെ പോകാം. അത് ഒഴിവാക്കിയ കേസാണല്ലോ എന്നുള്ള വിചാരിച്ച് ഞാനിത് പോകാമെന്നുള്ള രീതിയിൽ BComൽ ശ്രദ്ധ വിട്ടു. 5th സെമസ്റ്റർ എക്സാം ചുമ്മാ പോയി എഴുതാമെന്നുള്ള രീതിയിൽ എഴുതി. ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എക്സാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പോക്ക് നടക്കത്തില്ല. എൻ്റെ 5th സെമസ്റ്ററും പോയി, മിക്കവാറും എൻ്റെ 1 വർഷം BComലൂടെ BCom പഠിച്ച് പോകുന്നു തോന്നി. അപ്പോൾ ഞാൻ ആ നിയോഗത്തിൽ പിന്നീട് പുതുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിയോഗത്തിൽ ഇതെല്ലാം വെച്ചു. 5th സെമസ്റ്ററിൻ്റെ ഇതും വെച്ചു. അതേപോലെ തന്നെ ഇനി നാട്ടിൽ PGDMO MBO ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ ഉള്ള ഇതിലാക്കി. കാരണം പപ്പയ്ക്കൊക്കെ നോർമലായി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള കേസ് വന്നു കഴിഞ്ഞപ്പം പിന്നെ ഇത് ഉടമ്പടിയിൽ വെച്ചു. പക്ഷേ മാറ്റ് എക്സാം എന്ന് പറയുന്നത് നല്ല പാടായിട്ടുള്ള എക്സാമാണ്, നെഗറ്റീവ് മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മാറ്റ് എക്സാം എഴുതാൻ വേണ്ടി ഏകദേശം ലാസ്റ്റ് സമയത്താണ് ഞാനിത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് വലിയ കാര്യമായിട്ട് പഠിച്ചൊന്നുമില്ല. ഉടമ്പടി വെച്ചു ഞാൻ നല്ല ദൈവവിശ്വാസത്തിൽ നന്നായിട്ട് പ്രാർത്ഥിച്ച് എപ്പോഴും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഇത് ഉടമ്പടിയിൽ വെച്ചേക്കുന്ന ഇതിൽ നിയോഗത്തിൽ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും.
അങ്ങനെ മാറ്റ് എക്സാമിൻ്റെ തലേദിവസം ഞങ്ങൾ കൂട്ടുകാരെല്ലാവരോടും കൂടി 2-3 പേരുടെ എഴുതാനുണ്ടായിരുന്നു. കൂട്ടുകാരെല്ലാവരോടും കൂടി കമ്പൈൻ സ്റ്റഡി ചെയ്യാമെന്ന് വിചാരിച്ചു. രാത്രിയിലൊരു തലേ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരൊറ്റ ചോദ്യം പോലും അറിയാൻ പറ്റില്ല. 10 ചോദ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒറ്റെണ്ണം, ചിലപ്പോൾ വല്ല ഒരെണ്ണം ശരിയായാൽ മാത്രം ശരിയായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്നെ കൊണ്ട് നടക്കണ പരിപാടിയല്ല, മിക്കവാറും നാളെ ചുമ്മാ പോയി എഴുതേണ്ട വരും എന്നുള്ള ഇതിൽ ഞാനിരുന്നു. അങ്ങനെ പിന്നെ അതേപോലെ കോളും കട്ട് ചെയ്ത് ഞാൻ ഇറങ്ങിപ്പോന്നു. എനിക്ക് വിഷമമായിട്ട് ഇത് ഒന്നും നടക്കില്ല, ഇനിയിപ്പം വർഷം പോവും, എന്തായാലും ഇതായെന്നുള്ള രീതി വന്നു. പക്ഷേ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇനി നടക്കുകയുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ പിറ്റേ ദിവസം എക്സാം സെൻറ്ററിൽ ചെന്നു. എക്സാം സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു 3 മാസം 6 മാസം ചിലവർ 1 വർഷമൊക്കെ കോച്ചിങ് കഴിഞ്ഞിട്ട് വന്നവർ അവർ ആൻസറൊക്കെ പറയാനായിട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കൊതിയായി. ഞാൻ പക്ഷേ ബൈബിൾ എടുത്ത് വായിച്ചു, വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നു. എക്സാം ഹാളിൽ കയറി ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ 200 ചോദ്യത്തിൻ്റെ അകത്ത് എനിക്ക് 50 ചോദ്യം പോലും കറക്റ്റായിട്ട് ആൻസർ അറിയാൻ മേല. ആൻസർ അറിയാൻ മേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചുമ്മാ എഴുതി വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കും ഉണ്ട്. ഞാൻ അങ്ങനെ ആൻസർ 50 എഴുതിയിട്ട് ഇങ്ങനെ നോക്കി കണ്ണു അടച്ചിരുന്ന് 2 വിശ്വാസ പ്രമാണം ചൊല്ലി കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾ മൊത്തം ആൻസർ റാൻഡംലി സെലക്ട് ചെയ്യുന്ന ഓപ്ഷനിൽ നിന്ന് ചുമ്മാ സെലക്ട് ചെയ്ത് പുള്ളി വായിക്കാതെ എഴുതുന്ന പോലെ ഇത്. അപ്പോൾ ഇതെനിക്കുള്ളൊരു സിഗ്നലാണെന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് ക്വസ്റ്റ്യൻ പോലും വായിക്കാതെ ആൻസർ ചുമ്മാ ക്ലിക്ക് ചെയ്തു. എനിക്ക് ആദ്യമേ കാണുന്ന ആൻസർ ഒരു മെസ്സേജ് പോലെ ഞാനത് എടുത്ത് അങ്ങ് ക്ലിക്ക് ചെയ്തത് അവസാനം 200 ചോദ്യം ഇത് ആൻസർ ചെയ്തു. കാശ് രൂപം ഞാൻ പോക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എക്സാം ഹാളിൽ റിസ്ക് പിടിച്ച കയറ്റിയത് ഒളിപ്പിച്ച് വെച്ച് കയറ്റിയിട്ട് ഞാൻ പോക്കറ്റ് വെച്ചിട്ട് കാശ് രൂപത്തിൽ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഇത് ആൻസർ സെലക്ട് ചെയ്തത്. ആൻസർ സെലക്ട് ചെയ്തു. ഈ 200 ചോദ്യത്തിൻ്റെ അത് ബാക്കിയത്തെ 150 എനിക്ക് ശരിയാണെന്ന് ഉറപ്പില്ല, ഞാൻ ജസ്റ്റ് ഒരു ഇതിൽ ചെയ്തു വെച്ചതാണ്. അങ്ങനെ ഈ 150 തെറ്റിക്കഴിഞ്ഞാൽ എനിക്ക് മൈനസ് മാർക്കേ ഉണ്ടാകത്തുള്ളൂ അവസാനം. എൻ്റെ കൂടെ വന്ന കൂട്ടുകാർക്കെല്ലാം പരീക്ഷ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം എളുപ്പമാണ് ഇതാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പരീക്ഷയുടെ ചോദ്യപേപ്പറിൻ്റെ ആൻസറും തപ്പിയൊന്നും പോയൊന്നുമില്ല, ഒന്നും ചെയ്തുമില്ല. ഞാൻ റിസൾട്ടിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ജപമാല ചൊല്ലുമ്പോഴും എല്ലാം ഈ മാറ്റ് എക്സാമിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ ഇത് പ്രാർത്ഥിക്കും. ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഏറ്റവും ആവറേജ് കോളേജിൽ കിട്ടുന്ന ഒരു 400 മാർക്കെങ്കിലും വേണം 800-ൻ്റെ അകത്ത്. ഞാൻ ഇത് അവസാനം റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് 625 മാർക്കുണ്ട്. 625 മാർക്കെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 200 ചോദ്യം എഴുതിയതിൻ്റെ അകത്ത് നെഗറ്റീവ് മാർക്കും കുറച്ചിലേ പോലും 156 ചോദ്യമെങ്കിലും ശരിയായാലാണ് എനിക്ക് അത്രയും മാർക്ക് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള കടമ്പ പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ്. ഞാൻ 2 കോളേജ് ചോദിച്ചു, എറണാകുളത്തുള്ള SCMS-ലും രാജഗിരി കോളേജിലും. പക്ഷേ എൻ്റെ ആഗ്രഹം രാജഗിരി കോളേജിൽ കിട്ടണം എന്നുള്ളതായിരുന്നു. SCMS-ൽ ഞാൻ ചുമ്മാ ഒന്ന് വെച്ചെന്നേ ഉള്ളൂ. അവിടെ പോയി ഇൻ്റർവ്യൂ ചെയ്തു. അവിടുത്തെ ഇൻ്റർവ്യൂ ലെവൽ വെച്ച് ഇതെല്ലാം ഞാൻ കാശ് രൂപം കൊണ്ടൊക്കെയാണ് പോയത്. നന്നായിട്ട് പ്രാർത്ഥിച്ചൊക്കെ പോയി. പിന്നെ ഞാൻ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ഒന്നും ചെയ്യാറില്ല. അധികം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രിപ്പയർ ചെയ്യണ സമയത്ത് ഞാനിന്ന് പ്രാർത്ഥിക്കാറേ പതിവുള്ളൂ. എന്നിട്ട് ഞാൻ അവിടെ SCMS-ൽ എനിക്ക് അഡ്മിഷൻ കിട്ടി, അവിടെ പൈസ അടച്ചു. അതുകൊണ്ട് രാജഗിരിയിലും ഞാൻ ഇതിന് പോയി, ഇൻ്റർവ്യൂവിന് പോയി. രാജഗിരി ചെന്ന് ഇൻ്റർവ്യൂ എന്നപ്പോൾ SCMS-ൽ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ലെവലിലും അല്ല ഇൻ്റർവ്യൂ ഇരിക്കുന്നത്. നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ വയ്ക്കുന്നത്. അതായത് ചെന്ന വഴിയൊക്കെ എന്നോട് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എന്ന് വെച്ചപ്പോൾ ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടിപ്പോൾ അങ്ങേയറ്റത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു, നമുക്കൊരു അറിവുമില്ലാത്തത്. അങ്ങനെ ഇത് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷനും എന്തൊക്കെയോ പറഞ്ഞു. കാശ് രൂപം മുറുക്കെ പിടിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണമൊക്കെ സമയം കിട്ടുന്ന അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒക്കെ ഇത് ചൊല്ലിക്കൊണ്ട് ഇത് പറഞ്ഞു. അതേപോലെ ഒരു ബിസിനസ് ക്വിസും ഉണ്ട്. ആ ബിസിനസ് ക്വിസും കൂടെ ഇത് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പോയത്. അവർ വന്നേരം പറഞ്ഞു 15 ദിവസത്തിനുള്ളിൽ ഏറ്റവും ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ളവർക്ക് അവർ വിളിച്ച് ജോയിൻ ചെയ്തോളാൻ പറയും, അല്ലാത്തവർക്ക് കിട്ടത്തില്ല. ചിലപ്പോൾ അവർ പിന്നീട് ചിലപ്പോഴേ വിളിക്കത്തുള്ളൂ, കാരണം സീറ്റ്സൊക്കെ ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ. അങ്ങനെ ഇത് 15 ദിവസമൊക്കെ ആയിട്ടില്ല, ഏകദേശം ഒരു 1.5 ആഴ്ച ആയപ്പോഴത്തെ എനിക്കിത് പെട്ടെന്ന് ഒരു ദിവസം വൈകിട്ട് മെയിൽ വന്നേക്കാം, യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. എൻ്റെ ഇൻ്റർവ്യൂ ലെവൽ ചെയ്തതിൻ്റെ ഇതിൻ്റെ ലെവൽ വെച്ച് എന്നെ വെയിറ്റിംഗ് ലിസ്റ്റിൽ പോലും ഇടാനുള്ള രീതിയിൽ ഞാൻ ചെയ്തിട്ടില്ല. അതെല്ലാം അമ്മ മാതാവിൻ്റെയും യേശുവിൻ്റെയും അനുഗ്രഹത്താലെ കിട്ടിയെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പിന്നീട് പൈസ നമ്മൾ അഡ്മിഷൻ കൺഫേം ചെയ്യണമെങ്കിൽ ഫീസ് അടയ്ക്കണം. ഫീസ് വരുന്ന ഏകദേശം 4 ലക്ഷം രൂപയാണ്. 6 ദിവസം കൊണ്ട് 4 ലക്ഷം രൂപ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അതായത് അതിന് നന്നായിട്ട് ഓടേണ്ടി വരും. ഇതിപ്പോൾ ഒരു ഫെബ്രുവരി എനിക്ക് അഡ്മിഷൻ വന്നു. ഇപ്പോൾ ഇന്ന് വൈകിട്ട് അഡ്മിഷൻ വന്നെങ്കിൽ എനിക്ക് നാളെ രാവിലെ 11 മണി ആയപ്പോഴത്തെ എൻ്റെ അക്കൗണ്ടിൽ 4 ലക്ഷം രൂപയായി. അത്രയും പെട്ടെന്ന് ജർമ്മനിക്ക് പോകാൻ വേണ്ടി 10 ലക്ഷം രൂപ തപ്പി നടന്നതിന് ഒരു
ഇതുമില്ല. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഇത് ചെയ്തിട്ടും കിട്ടില്ല. കാരണം അത് ദൈവം അതെനിക്ക് വിധിച്ചിട്ടുള്ളതല്ല. എനിക്ക് ഇച്ചിരി നല്ല. ഇപ്പോൾ ജർമ്മനി പോയാൽ പോലും എനിക്കത് ഞാൻ അവിടുത്തെ ബാച്ചിലേഴ്സ് പാസ് ഔട്ട് ആകുമ്പം 2026 ഇവിടെ 2026 ഞാൻ PG കഴിയും. അപ്പോൾ ഉടമ്പടിയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം അടുപ്പിച്ച് തരുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിൽ സമയം എനിക്ക് അടുപ്പിച്ച് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ വേറെ ഉണ്ട്. എനിക്ക് കാശ് രൂപമായിട്ട് ഏത് ഇൻ്റർവ്യൂവിന് പോയാലും ഞാൻ തോക്കാറില്ല. എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ റിലയൻസിൽ ജോലി കിട്ടി, ഓഫർ ലെറ്റർ കിട്ടി. പിന്നെ അതേപോലെ TCS എനിക്ക് ഇത് ജോബ് കിട്ടിയിട്ടുണ്ട്. അവിടെ കാശ് രൂപം കൊണ്ട് പോയി. TCSലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ അകത്ത് ജയിച്ചാൽ മാത്രം ആണ് നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിക്കത്തുള്ളൂ. അത് ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഫസ്റ്റ് 2 റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂവിൽ ചെല്ലുമ്പോൾ തന്നെ അവർ ആദ്യമേ മാക്സിമം എന്തെങ്കിലുമൊക്കെ ചോദിച്ച് അടിച്ച് കളയാനേ നോക്കത്തുള്ളൂ. അവസാനത്തെ ഇൻ്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഓർത്ത് ദൈവം പെട്ടു. ഞാൻ ഇത് കാശ് രൂപം മുറുക്കെ പിടിച്ചുകൊണ്ട് ഇത് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇപ്പോൾ എന്നെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് മെയിൽ വന്നു. അപ്പോൾ നിങ്ങളെവിടെയെങ്കിലുമൊക്കെ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴാണേലും എന്താവശ്യം എക്സാമിന് എന്തിനെങ്കിലുമൊക്കെ പോകുമ്പോഴാണേലും എവിടെ പോകണമെങ്കിലും നിങ്ങൾക്കൊരു ആവശ്യം ഒരു ദൈവത്തിൻ്റെ സപ്പോർട്ട് വേണമെന്ന് തോന്നുന്നിടത്ത് നിങ്ങൾ കാശ് രൂപം കൊണ്ട് പോകണം. അവിടെ ദൈവത്തിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് വരുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഭക്ഷണമാണ്. അതായത് ഞാൻ സ്വിഗ്ഗിയിൽ ഡെലിവറി പാർട്ട്ണറായിട്ട് എൻ്റെ എക്സ്പെൻസിന് വേണ്ടി ഞാൻ പോകാറുണ്ട്. അപ്പോൾ അന്നേരം നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം ഞാൻ പോയ സമയത്ത് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലൊരു വയസ്സായൊരു അമ്മൂമ്മ വന്നിട്ട് ഇത് ഫുഡ് ചോദിക്കുന്നു. പക്ഷേ ഹോട്ടലോടൊപ്പം ഇത് നോക്കണ പോലുമില്ല. അന്നേരം എനിക്ക് കിട്ടുന്ന തുച്ഛമായ പൈസയുള്ളൂ. അതിൽ നിന്ന് ഞാൻ പറ്റുന്നത് പോലെ വാങ്ങിച്ചു കൊടുക്കും. ആ അമ്മൂമ്മയ്ക്ക് ഞാൻ ഫുഡ് വാങ്ങിച്ചു കൊടുത്തു. അതേപോലെ തന്നെ മാക്സിമം ഞാൻ ആരെയും കാണിക്കാതെ, എനിക്ക് ആരെയും കാണിക്കണം എന്നില്ല, ഞാൻ എൻ്റെ ഇതിൽ ആരെയും കാണിക്കാതെ ഇപ്പോൾ കൂട്ടുകാരുടെ കൂടെ പോയാൽ പോലും ആർക്കെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ അവർ കാണുമെന്നുള്ളൂ. പക്ഷേ എനിക്ക് കാണാതെ ചെയ്യണം എന്നാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. എനിക്ക് ആരുടെ മുമ്പിൽ കാണിക്കണം എന്നില്ല. പിന്നെ അതേപോലെ തന്നെ പത്രം വിതരണം ചെയ്യണം ഏറ്റവും കൂടുതൽ ആശുപത്രിയിലാണ്. പിന്നെ അതേപോലെ കടകളിലൊന്നും ഞാൻ പത്രം കൊടുക്കാറില്ല. ഞാനൊരു പ്രാവശ്യം സത്യം പറഞ്ഞൊരു പള്ളിയുടെ സ്റ്റാളിൽ നിന്ന് തന്നെയാണ് കൃപാസനം പത്രം ഞാനൊരു ബൈബിൾ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ കൃപാസനം പത്രം കൃപാസനം പത്രം കൊണ്ടാണ് ബൈബിൾ പൊതിഞ്ഞു കൊടുത്തത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ അതിൽ പിന്നെ ഞാൻ കടകളിലൊന്നും പത്രം കൊടുക്കത്തില്ല. കടയിൽ പത്രം കൊടുക്കാതെ പിന്നെ ഓട്ടോക്കാരുടെ കയ്യിലൊക്കെ പത്രം കൊടുക്കുക. അതായത് അവർക്ക് ഈ ഓട്ടോ ഒന്നും ഇല്ലാത്ത സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് അവർ വായിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ ഇരുന്ന് അവർ വായിക്കണത് കണ്ടിട്ടുണ്ട്. പിന്നെ വേറെ ഈ രോഗികൾ, അതായത് നമുക്ക് ഈ ഫേസ്ബുക്കിലാണേലും ഇൻസ്റ്റാഗ്രാമിലാണല്ലോ ഒക്കെ നമുക്ക് ഈ സഹായത്തിന് വേണ്ടി വരുന്ന രോഗികളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് വീഡിയോസൊക്കെ കാണാമല്ലോ, അവർക്ക് ഞാൻ എന്നാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. പ്രഭാഷകൻ്റെ പുസ്തകം 33:16 തിരുവചനം അരുളി ചെയ്യുന്നു: ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്ക് നിറച്ചു. ജീവിതത്തിൽ തനിക്ക് കിട്ടിയ ഓരോ കൃപകളും 20 വയസ്സുള്ള ബേസിൽ ബിജു ഇവിടെ പറയുമ്പോൾ ഈ മകൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാശുരൂപവും കൊണ്ട് ഞാൻ പുറത്തു പോകുമ്പോൾ, ഏത് കാര്യത്തിനും ഞാൻ പോകുമ്പോൾ ഉടമ്പടി കാശുരൂപവും കൊണ്ടാണ് ഞാൻ പോവുക. എനിക്ക് ഒന്നിനും കുറവ് വന്നിട്ടില്ല. എൻ്റെ കൂടെ അമ്മയുടെ സാന്നിധ്യമുണ്ട്. ആ ഒരു സാന്നിധ്യം, അതുപോലെ വിശ്വാസം പ്രഘോഷിക്കുക. തനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയത്തും എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴുമൊക്കെ അല്പം സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് വിശ്വാസ പ്രമാണമാണ്. നാം ആരും പഠിക്കേണ്ട എന്നല്ല ഈ മകൻ പറഞ്ഞ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നാൽ എത്രമാത്രം പഠിച്ചിട്ടും ജയിക്കാൻ സാധിക്കാത്ത കോഴ്സിന് പോയി 3 മാസം 6 മാസം 1 വർഷമൊക്കെ കോച്ചിങ്ങിന് പോയ കുട്ടികൾ അവിടെ സ്കോർ ലഭിക്കാതെ നിന്നപ്പോൾ എങ്ങനെയാണ് ഈ മകന് സ്കോർ കിട്ടുന്നത്, അതും എത്രമാത്രം കിട്ടി എന്നുള്ളതൊക്കെ നാം കേട്ടു. അപ്പോൾ ഇവിടെയൊക്കെ ഇതേപോലെയുള്ള ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ
അവരൊരിക്കലും മറക്കില്ലാത്ത അനുഭവങ്ങളാണ് അവർക്ക് ഉടമ്പടിയിലൂടെ ലഭിക്കുന്നത്. ഇതുവരെയും തങ്ങൾ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ, അതുകൊണ്ടാണ് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത പ്രവൃത്തികൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും എന്നുള്ളത് തിരുവചനം നമ്മോട് പറയുന്നത്. അങ്ങനെ തനിക്ക് എങ്ങനെയാണ് അഡ്മിഷനൊക്കെ കിട്ടുന്നതും, ജർമ്മനിക്ക് പോകാൻ വേണ്ടി നോക്കി, എന്നാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോവുകയാണ്, ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്നെ ജർമ്മനിക്ക് വിട്ടാൽ മതി. പിന്നീട് അവിടെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ജർമ്മനിക്ക് പോകാൻ ലോണൊന്നും പാസ്സാകാതിരുന്ന ആ സെക്യൂരിറ്റി മാത്രം ഉള്ളൂ ഇപ്പോഴും. എന്നാൽ 6 ദിവസം കൊണ്ടുണ്ടാകേണ്ട 4 ലക്ഷം എങ്ങനെയാണ് പെട്ടെന്ന് ലഭിച്ചത്? ഇതിനൊക്കെ ഈ മകനെയും കുടുംബത്തെയും സഹായിച്ചത് ഉടമ്പടി മാത്രമാണെന്നാണ് നമ്മോട് പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിലെ എത്ര പ്രതിസന്ധികളിലാണെങ്കിലും, ഏത് സീറോ ബാലൻസിലാണ് നാം നിൽക്കുന്നതെങ്കിലും, നമുക്ക് നാം ഈശോയോട് വിശ്വസ്തരാണെങ്കിൽ, നാം എടുത്ത, അതായത് കർത്താവിനോടാണ് നാം ഉടമ്പടി ചെയ്യുന്നത്, ആ ഉടമ്പടിയിൽ നാം 100% ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ എടുത്തുയർത്തും. അതാണ് ഓരോ അനുഭവ സാക്ഷ്യത്തിലൂടെയും നമുക്ക് മനസ്സിലാവുക. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ജീവിതം മുമ്പോട്ട് നയിക്കാമെന്ന് പ്രതിജ്ഞയെടുക്കാം. അങ്ങനെ എന്തു വന്നാലും, അത് ചിലപ്പോൾ പ്രതിസന്ധികളൊക്കെ തന്നെയാകാം, എന്നാൽ ആ പ്രതിസന്ധികളിലും തളർന്നു പോകാതിരിക്കുവാനുള്ള ഒരു ശക്തിയായി അമ്മയുടെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടാകണമെന്ന പ്രാർത്ഥനയോടെ ഈ മകന് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.